ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇന്ന് ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനം. എല്ലാ വർഷവും ജൂൺ മാസം 26 ലോക ലഹരി വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്. ലോകത്താകമാനുള്ള മനുഷ്യരെ പിടിച്ചുലയ്ക്കുന്ന ഒരു മഹാവിപത്താണ് മദ്യം, മയക്കുമരുന്ന് എന്നിത്യാദി ലഹരി വസ്തുക്കൾ. മദ്യമായും മയക്കുമരുന്നായും പുകയിലയായും എന്തിനേറെ മധുരം കിണയുന്ന മിഠായി പൊതികളായി പോലും നമ്മുടെ സമൂഹത്തിൽ ലഹരിയുടെ പല രൂപത്തിലുള്ള വസ്തുക്കൾ ലഭ്യമാണ്. കൊച്ചുകുട്ടികളെ മുതൽ മുതിർന്നവരെ വരെ തൻ്റെ വലയിലാക്കുവാൻ ലഹരി മാഫിയ ആകാശത്തിലൂടെയും കരയിലൂടെയും കടലിലൂടെയും പല മാർഗങ്ങൾ അവലംബിക്കുന്നുണ്ട് എന്ന് നമുക്ക് പത്രമാധ്യമങ്ങളിലൂടെ കാണുവാനായിട്ട് സാധിക്കും. ഈ വിഷയത്തിൽ ഒരു അവബോധം ഉണ്ടാക്കുവാനും അതുപോലെ ലോകത്താകമാനമുള്ള ജനങ്ങളെ ഇതിനെതിരെ അണിനിരത്തുവാനുമായിട്ടാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ഈ വർഷത്തെ ലോക ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ ആശയം ഇപ്രകാരമാണ്: ദ എവിഡൻസ് ഈസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ. എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങളൊക്കെ കാണുമ്പോൾ അടയാളങ്ങൾ വ്യക്തമാണ്. നമ്മൾ പരിഹാരം, പ്രതിരോധത്തിന് ഊന്നൽ നൽകുക, കാര്യങ്ങൾ വ്യക്തം, പ്രതിരോധത്തിൽ ഊന്നുക എന്നുള്ളതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഈ വർഷത്തെ ലഹരി വിരുദ്ധ സന്ദേശമായി നമ്മൾ ഉദ്ഘോഷിക്കുന്ന പദം. വ്യത്യസ്ത ഭാവത്തിലും രൂപത്തിലും ലഹരി മരുന്നിൻ്റെ വിൽപ്പന സമൂഹത്തിൻ്റെ പല ശ്രേണിയിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കൂടെ പഠിക്കുന്ന കുട്ടികളെ കൂട്ടി വഴിയോരങ്ങളിൽ നിൽക്കുന്ന വഴിയോര കച്ചവടക്കാരിലൂടെ എന്തിന് ഇൻ്റർനെറ്റിലൂടെയും ഇമെയിലിലൂടെയും വാട്സപ്പിലൂടെയും ചാറ്റിങ്ങിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൈകളിൽ കൂട്ടുകാരുടെ രൂപത്തിലും കാമുകന്മാരുടെ രൂപത്തിലും മയക്കുമരുന്നിൻ്റെ വക്താക്കൾ അവരുടെ കരങ്ങളിലേക്ക് ഈ ലഹരിയെ എത്തിക്കുന്നതിന് പല മാർഗങ്ങൾ അവലംബിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ സമൂഹത്തെ പിടിച്ചുലയ്ക്കുന്ന ഈ ലഹരിക്കെതിരെ പോരാടേണ്ടത് ഓരോ പൗരന്മാരുടെയും ഉത്തരവാദിത്തമാണ്. ഐക്യരാഷ്ട്രസഭയുടെ കണക്ക് പ്രകാരം ഈ മദ്യത്തിനും മയക്കുമരുന്നിൻ്റെയൊക്കെ ഉപയോഗിക്കുന്നവരുടെ കണക്ക് ഞെട്ടിക്കുന്നതാണ്. ഭീകരമായൊരു കണക്കാണ് അവർ കഴിഞ്ഞ ദിവസങ്ങൾ പുറത്തുവിട്ടത്. 2022 മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ കണക്ക് ഏകദേശം 284 ലക്ഷം ആളുകളാണ്. 284 മില്യൺ ആളുകൾ, ഏകദേശം 28.4 കോടി ആളുകൾ, 28.4 കോടി ആളുകൾ മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നുണ്ട്. 15-നും 64-നും ഇടയിൽ പ്രായമുള്ള വ്യക്തികളുടെ കണക്ക് മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കഴിഞ്ഞ 10 വർഷമായി ഇപ്രകാരം ലഹരി ഉപയോഗിക്കുന്നവരുടെ കണക്ക് എണ്ണം ഏകദേശം 26% ഉയർന്നു എന്നാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. 2020 കണക്ക് പ്രകാരം 112 ലക്ഷം ആളുകൾ, ഏകദേശം 1,12,00,000 ആളുകൾ മയക്കുമരുന്ന് ശരീരത്തിൽ കുത്തിവെക്കുന്നതായിട്ടുണ്ട്. ഇതുമൂലം മാരകമായ ഹൈപ്പറൈറ്റിസ് രോഗവും 14 ലക്ഷത്തോളം ആളുകൾക്ക് ഈ മയക്കുമരുന്ന് കുത്തിവെക്കുന്നതിലൂടെ എയ്ഡ്സ് രോഗവും പകരുവാൻ ഇടയായിട്ടുണ്ട് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന മറ്റൊരു കണക്ക്. സുഹൃത്തുക്കളെ, നമ്മുടെ കുടുംബത്തെ അധപ്പതിപ്പിക്കുന്ന വസ്തുവാണ് ലഹരി. മനുഷ്യൻ്റെ ആരോഗ്യത്തെ തകർക്കുന്ന വസ്തുവാണ് ലഹരി. മനുഷ്യൻ്റെ ബുദ്ധിയെ അത് നശിപ്പിച്ച് അവനെ ബുദ്ധിയില്ലാത്തവനായി അവനെ ബുദ്ധിഹീനനാക്കി തീർക്കുന്ന വസ്തുവാണ് ലഹരി. മക്കളുടെ ഭാവിയെ നശിപ്പിക്കുന്ന വസ്തുവാണ് ലഹരി. നമ്മുടെ സാമൂഹിക ജീവിതത്തെ തകർത്തെറിയുന്ന വസ്തുവാണ് ലഹരി. മനുഷ്യനെ പാപത്തിലേക്ക് തള്ളിവിടുന്ന വസ്തുവാണ് മദ്യം, മയക്കുമരുന്ന് എന്നിത്യാദി ലഹരി വസ്തുക്കൾ. മാന്യനായ വ്യക്തിയെ ഓടയിൽ കിടത്തുന്ന ലഹരി പദാർത്ഥങ്ങൾ. സമൂഹത്തിൻ്റെ മുമ്പിൽ ശ്രേഷ്ഠനായി നിൽക്കേണ്ടവൻ അപമാനിതനായി തീരുന്നത് ഈ ലഹരിയുടെ ഉപയോഗം മൂലം ആണ് എന്ന് നമുക്ക് നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിയാൽ തന്നെ കാണുവാനായിട്ട് സാധിക്കും. വിശുദ്ധ വേദപുസ്തകം
ഈ ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ, മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ശക്തമായി സംസാരിക്കുന്ന ഒരു ദൈവിക സന്ദേശമാണ് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ചിലപ്പോൾ ആളുകൾ ചോദിക്കും, കർത്താവായ യേശു വെള്ളം വീഞ്ഞാക്കിയില്ലേ? അല്ല, മദ്യം നിൻ്റെ ക്ഷീണം നിമിത്തം അല്പം ഉപയോഗിക്കാൻ വേദപുസ്തകത്തിലുണ്ട് എന്നല്ല. സുഹൃത്തുക്കളെ, ഡ്രഗ് എന്ന് പറയുന്നത് മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കാരണം മെഡിക്കൽ സ്റ്റോറിനൊക്കെ നമുക്കറിയാം ഡ്രഗ് ഹൗസ് എന്നും പറയും. പക്ഷെ അത് മദ്യശാലയല്ല, അത് മരുന്നുശാലയാണ്. ഇതുപോലെ വിശുദ്ധ വേദപുസ്തകം ചില സാഹചര്യങ്ങളിൽ മദ്യത്തിൻ്റെ വീഞ്ഞ് ഉപയോഗിക്കുന്നു, മദ്യമല്ല കേട്ടോ, വീഞ്ഞ് ഉപയോഗിക്കുന്നതിനെ മനുഷ്യൻ്റെ ക്ഷീണാവസ്ഥയിൽ നശിക്കുമാറായവന് വീഞ്ഞു കൊടുക്കുവാൻ പറയുന്നുണ്ട്. അത് മനുഷ്യൻ്റെ ക്ഷീണാവസ്ഥയിൽ വിശുദ്ധ വേദപുസ്തകം എല്ലാം തുറന്നു പറയുന്ന ഒരു പുസ്തകമായതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നുവെങ്കിലും മദ്യത്തിൻ്റെ ദൂഷ്യവശങ്ങളെ വ്യക്തമായി വേദപുസ്തകം നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും മനുഷ്യൻ്റെ സാൻമാർഗിക ജീവിതത്തിന് ഏറ്റവും നല്ല മുതൽക്കൂട്ടാകുന്ന ഒരു പുസ്തകമാണ് സദൃശവാക്യം എന്ന പുസ്തകം. ഞാൻ കുഞ്ഞുങ്ങളെ പലപ്പോഴും പ്രോത്സാഹിപ്പിക്കാറൊരു കാര്യമുണ്ട്. അതിൽ 31 അധ്യായമാണ് ഉള്ളത്. എൻ്റെ മക്കളോട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ദിവസം ഓരോ അധ്യായങ്ങൾ വീതമെങ്കിലും നിങ്ങൾ വായിക്കണം. കാരണം ഓരോ വാക്കുകളും വിലയേറിയ മുത്തുകളാണ് ആ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നത്. സദൃശവാക്യത്തിലെ മദ്യത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ചില വാക്കുകൾ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സദൃശവാക്യം 20 അധ്യായത്തിലെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്. സദൃശവാക്യം 20 1 വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: വീഞ്ഞ് പരിഹാസിയും മദ്യം കലഹക്കാരനുമാകും. വൈൻ ഈസ് എ മോക്കർ, ഡ്രിങ്ക് എ ബ്രോളർ. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവനെ പരിഹസിക്കാൻ പ്രേരിപ്പിക്കുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു വ്യക്തിയെ പരിഹാസ്യനാക്കി തീർക്കുന്നതോ ആയിട്ടുള്ള വസ്തുവാണ് വീഞ്ഞ്. അതിൻ്റെ തൊട്ട് മുകളിലുള്ള വാക്ക് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: പരിഹാസികൾക്കായി ശിക്ഷാവിധിയും മൂഢൻ്റെ മുതുകിന് തല്ലും ഒരുങ്ങിയിരിക്കുന്നു. പരിഹസിക്കുന്നവർക്ക് കിട്ടുന്നത് എന്താ? ശിക്ഷയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാത്രവുമല്ല, സദൃശവാക്യത്തിൽ മദ്യത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്ന മറ്റൊരു വേദഭാഗമാണ് സദൃശവാക്യം 23 അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ. സദൃശവാക്യം 23 20 വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നീ വീഞ്ഞു കുടിക്കുന്നവരുടെ കൂട്ടത്തിലും മാംസഭോജനപ്രിയരുടെ ഇടയിലും ഇരിക്കരുത്. വീഞ്ഞു കുടിക്കുന്നവരുടെ കൂട്ടം എന്ന് പറഞ്ഞാൽ എന്താ? വേണമെങ്കിൽ നമുക്കിങ്ങനെ പറയാം, എൻ്റെ പൊന്നു മക്കളെ, വീഞ്ഞുശാലയിൽ, മദ്യശാലയിൽ നീ പോയി ഇരിക്കരുത്, വീഞ്ഞു കുടിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇരിക്കരുത്. ഇനി ചില വാക്യങ്ങൾ ഞാൻ ഒന്ന് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കട്ടെ. വീഞ്ഞു കുടിക്കുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അവസ്ഥ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ 29 തുടങ്ങിയുള്ള വാക്യങ്ങൾ: ആർക്ക് കഷ്ടം, ആർക്ക് സങ്കടം, ആർക്ക് കലഹം, ആർക്ക് ആവലാതി, ആർക്ക് അനാവശ്യമായ മുറിവുകൾ, ആർക്ക് കൺചുവപ്പ്. വീഞ്ഞു കുടിച്ചുകൊണ്ട് നേരം വൈകിക്കുന്നവർക്കും മദ്യം രുചി നോക്കുവാൻ പോകുന്നവർക്കും തന്നെ. വീഞ്ഞ് ചുവന്ന് പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കരുത്. ഒടുക്കം അത് സർപ്പം പോലെ കടിക്കും, അണലി പോലെ കുത്തും. നിന്റെ കണ്ണ് പരസ്ത്രീകളെ നോക്കും, നിന്റെ ഹൃദയം വക്രത പറയും. നീ നടുക്കടലിൽ ശയിക്കുന്നവനെ പോലെയും പാമരത്തിൻ്റെ മുകളിൽ ഉറങ്ങുന്നവനെ പോലെയും ആകും. അവർ എന്നെ അടിച്ചു, എനിക്ക് നൊന്തില്ല. അവർ എന്നെ തല്ലി, ഞാൻ അറിഞ്ഞതുമില്ല. ഞാൻ എപ്പോൾ ഉണരും, ഞാൻ ഇനിയും അത് തന്നെ തേടും എന്ന് നീ പറയും. ഓരോ വാക്കുകളും ഞാൻ വേഗത്തിലൊന്ന് പറയാം. ആർക്ക് ചില സാഹചര്യങ്ങൾ എടുത്തു കാണിച്ചിട്ട് പറയുക, ഇതൊക്കെ ആർക്കാ സംഭവിക്കാൻ പോകുന്നത്? എന്തൊക്കെ സാഹചര്യങ്ങളാണ്? ആർക്ക് കഷ്ടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മൂക്കത്ത് വിരൽ വെച്ച് ചില ആളുകളുടെ അവസ്ഥ കാണുമ്പോൾ ഒരു പക്ഷേ മറ്റുള്ളവർ അദ്ദേഹത്തെ സഹതാപത്തോടെ നോക്കി പറയുന്ന കാര്യമാണ് കഷ്ടം. ഒരു മദ്യപാൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് സമൂഹം അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി, സുഹൃത്തെ, സമൂഹം വിളിക്കും കഷ്ടം, അവൻ്റെ ജീവിതം കഷ്ടം. എങ്ങനെ ഇരുന്ന ചെറുപ്പക്കാരനാണ്, എങ്ങനെ ഇരുന്ന മനുഷ്യനാണ് ഈ ഗതിയായത്? അദ്ദേഹത്തിൻ്റെ മക്കളെ നോക്കിയിട്ട് സമൂഹം പറയും കഷ്ടം, ഈ കുടുംബത്തിലാണല്ലോ, ഇവൻ്റെ മകനായിട്ടാണല്ലോ, ഇവൻ്റെ മകളായിട്ടാണല്ലോ ആ കൊച്ചു ജനിച്ചു പോയതെന്ന് പറയത്തില്ലേ? അദ്ദേഹത്തിൻ്റെ ഭാര്യയെ നോക്കി പറയും, നല്ല കുടുംബത്തിലുണ്ടായിരുന്നൊരു കുട്ടിയാണ്, അവളുടെ ജീവിതം കഷ്ടം, ആ കള്ളുകൂടിയൻ്റെ കൂടെയായി ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എന്ന് പറയത്തില്ലേ? ആർക്ക് കഷ്ടം, സങ്കടം? ആർക്കാ സങ്കടം? ഇങ്ങനെ പറയട്ടെ, ആ മദ്യപാനിക്ക്
അവൻ്റെ ജീവിതം സങ്കടമാണ്. ചിലപ്പോൾ അവരും പറയും സങ്കടം മാറാനാ മദ്യപിക്കുന്നതെന്ന് പറയും. സുഹൃത്തെ, നീ മദ്യപിക്കുന്നതാണ് ഏറ്റവും വലിയ സങ്കടം. നിൻ്റെ അപ്പന് നീ സങ്കടം, നിൻ്റെ അമ്മയ്ക്ക് നീ സങ്കടം, ഭാര്യയ്ക്ക് സങ്കടം, മക്കൾക്ക് സങ്കടം. ആർക്ക് സങ്കടം? ആർക്ക് കഷ്ടം? ആർക്ക് സങ്കടം? ആർക്ക് കലഹം? വീട്ടിൽ കലഹം തീർന്നിട്ട് നേരമുണ്ടോ? മദ്യപിച്ച് കടന്നു വരുന്ന ഓരോ വ്യക്തിയുടെയും വീട്ടിൽ കലഹത്തിൻ്റെ ശബ്ദം തീർച്ചയായും കേൾക്കുമെന്നുള്ളതിന് സംശയമില്ല. വീട്ടിലുള്ള മൺചട്ടികൾ ഒന്നും ആ വീട്ടിൽ കാണത്തില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചളങ്ങിപ്പോകാത്ത ഒരു പാത്രം പോലും അവിടെ കാണത്തില്ല. ഉടയാത്ത ഒരു പാനപാത്രം പോലും കാണത്തില്ല. വീട്ടിൽ പോയാൽ വഴക്ക്, വഴിയിൽ നിന്നാൽ വഴക്ക്, കടയിൽ കയറിയാൽ വഴക്ക്, എവിടെയും വഴക്ക് മാത്രം. ആർക്ക് കഷ്ടം? മദ്യപാനിയായ ഒരു വ്യക്തിയുടെ ജീവിതമല്ലേ കഷ്ടം? ആർക്ക് സങ്കടം? മദ്യപാനിയുടെ കുടുംബത്തിലല്ലേ സങ്കടം? ആർക്ക് കലഹം? മദ്യം തലയ്ക്ക് പിടിച്ച് സുബോധമില്ലാതെ വീട്ടിലേക്ക് കയറി വരുന്നവനല്ലേ കലഹമുണ്ടാക്കുന്നത്? ആർക്ക് ആവലാതി? ആവലാതി എന്ന് പറഞ്ഞാൽ പരാതി പറച്ചില്ലെന്നാണ്. എന്തിന് ഇവന് പരാതിയേ ഉള്ളൂ. തൊടുന്നതിന് പരാതി, പിടിക്കുന്നതിന് പരാതി, വീട്ടിലെ കറിക്ക് ഉപ്പില്ല, രുചിയില്ല, ഒന്നും ഉണ്ടാക്കാനായിട്ട് അവനൊന്നും മേടിച്ചു പോലും കൊടുക്കുന്നുണ്ടാകത്തില്ല. എങ്കിലും അവന് കിട്ടുന്നത് മര്യാദയ്ക്ക് തിന്നിട്ട് പോകാൻ പോലും പറ്റത്തില്ല. അതിലും കുറ്റം പറയുന്നൊരവസ്ഥയല്ലേ? സ്ഥാപനങ്ങളിൽ ചെന്നാൽ പരാതി, എവിടെയും പരാതി മാത്രം. എന്തിനും അവൻ്റെ പരാജയം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുന്ന അവസ്ഥ. ഇതും മദ്യപാനിയുടെ ഒരു സ്വഭാവമല്ലേ? അനാവശ്യമായ മുറിവുകൾ. ഒരു മദ്യപാനി മിക്കവാറും മുറിവ് പറ്റി ഹോസ്പിറ്റലിൽ കിടക്കേണ്ട അവസ്ഥ വരും. ഒരു പക്ഷേ കൂടെ മദ്യപിക്കുന്നവനുമായിട്ട് തല്ലുകൂടിയിട്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും മദ്യപിച്ച് അനാവശ്യം പറഞ്ഞ് മറ്റുള്ളവർ അവനെ തല്ലിയിട്ടാകാം. ഇനി ഒന്നുമല്ലെങ്കിൽ വഴി ഏതാ വീട് ഏതാണെന്നറിയാതെ റോട്ടിൽ കിടന്നിട്ടാകാം. മയിൽക്കുറ്റി കണ്ടിട്ട് വഴിയിൽ കിടക്കുന്ന എന്തെങ്കിലും വസ്തുവാണെന്ന് പറഞ്ഞ് തട്ടിയിട്ടാകാം. എങ്ങനെയെല്ലാമാണ് അനാവശ്യമായ മുറിവുകൾ ഒരു മദ്യപാന് ഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൺചുവപ്പ്, ഉപ്പൻ്റെ കണ്ണു പോലെ എന്നൊക്കെ നമ്മുടെ നാടൻ ഭാഷയിൽ പറയും. ഇങ്ങനെ വിശുദ്ധ വേദപുസ്തകം ചോദിക്കുക, ആരുടെ കുടുംബത്തിലാ കലഹം? ആരെയാ നോക്കിയിട്ട് സമൂഹം കഷ്ടമെന്ന് പറയുന്നത്? ആരുടെ വീട്ടിലാ സങ്കടം? എവിടെയാ കലഹം? എവിടെയാ മുറിവുകൾ? എവിടെയാ കണ്ണ് ചുമന്ന കണ്ണുമായിട്ടുള്ള ജീവിതം? ഉത്തരം അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. വീഞ്ഞ് കുടിച്ചുകൊണ്ട് നേരം വൈകുന്നവർക്കും മദ്യം രുചി നോക്കുവാൻ പോകുന്നവർക്കും തന്നെ. ഇനി അതിൻ്റെ മറ്റൊരു കാര്യം കൂടി തൊട്ട് താഴെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ നോക്കണേ. നീ വീഞ്ഞ് ചുവന്ന് പാത്രത്തിൽ തിളങ്ങുന്നതും നോക്കുമ്പോൾ നല്ല രസമാണ്. ബ്രാൻഡും നല്ല, ഇപ്പോഴാണെങ്കിൽ നമുക്കറിയാം മദ്യമൊക്കെ നല്ല ബ്രാൻഡഡ് പാത്രങ്ങളിലാണ്, ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള കുപ്പികളിലാണ് കിട്ടുന്നത്. അപ്പം നല്ല പളുങ്ക് കുപ്പിയിൽ ചുമന്നിരിക്കുന്ന ഈ മദ്യം പിന്നെയോ വീഞ്ഞ് ചുവന്ന് പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഹായ്, ഓരോ രസവും സിപ്പും കുടിക്കുമ്പോൾ ഹായ് എന്ന് പറഞ്ഞ് കുടിക്കുന്നതും, ഇതെല്ലാം എന്ത് ചെയ്യുമെന്നറിയാമോ? നീ നോക്കരുത്. നീ അത് നോക്കിയാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? അവിടെ എഴുതിയിരിക്കുന്നത് ഇപ്പം നല്ല തിളക്കം കാണും. ഒരിക്കൽ നരകത്തെക്കുറിച്ച് ഇതുപോലൊരു പദം പറഞ്ഞിട്ടുണ്ട്. നരകത്തിനും അഡ്വർടൈസ്മെൻറ്റ്, പരസ്യമൊക്കെ വലിയ സൗകര്യങ്ങൾ അവിടെ എന്നുള്ള രീതിയിലായിരിക്കും. പക്ഷെ ഒടുക്കം സംഭവിക്കുന്നത് എന്താണെന്ന് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഇവിടെ എഴുതിയിരിക്കുക, ഒടുക്കം അത് സർപ്പം പോലെ കടിക്കും, അണലി പോലെ കൊത്തും. എന്ന് പറഞ്ഞാൽ നീ വീഞ്ഞാണെന്നും പറഞ്ഞ് കുടിച്ചത്, നീ നല്ല രസകരമായ പാനീയമാണെന്ന് പറഞ്ഞ് കുടിച്ചത് വിഷമായിരുന്നു എന്നാണ് പറയുന്നത്. വചനം പറയുക, വിശുദ്ധ വേദപുസ്തകം പറയുക. മദ്യം നീ കുടിക്കുമ്പോൾ മനസ്സിലാക്കുക, ഒരു പാമ്പ് നിന്നെ കൊത്തിയാൽ നിൻ്റെ ശരീരത്തിൽ കയറുന്ന വിഷം ഒരു നിമിഷം കൊണ്ടാണെങ്കിൽ നിൻ്റെ ജീവിതകാലം മുഴുവൻ ഈ വിഷത്തിലാണ്. പല മറ്റ് മഹാന്മാരും പറഞ്ഞിട്ടുണ്ടല്ലോ, മദ്യം വിഷമാണ് എന്ന് വായിക്കുന്നുണ്ട്. തീർച്ചയായും വിശുദ്ധ വേദപുസ്തകം പറയുക, ഇനി വിഷമാണ്, ഒടുക്കം അത് സർപ്പം പോലെ നിന്നെ കുത്തും. എന്നിട്ട് അടുത്ത സംഭവം എന്നാണെന്നറിയാവോ? അടുത്ത വാക്യം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, നിൻ്റെ കണ്ണ് പരസ്ത്രീകളെ നോക്കും. നിൻ്റെ വീട്ടിലുള്ള നിൻ്റെ കുടുംബത്തിൽ നിന്ന് ജീവിക്കേണ്ടതിന് പകരം മറ്റുള്ള സ്ഥലങ്ങളിലേക്ക്, നിൻ്റെ ദുർമാർഗങ്ങളിലേക്ക് നിൻ്റെ ജീവിതം നയിക്കുവാൻ അത് കാരണമായിട്ട് തീരും. അനേക കുടുംബങ്ങൾ ദുർമാർഗങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് കാരണവും ഈ മദ്യപാനമല്ലേ? സന്തോഷമായിട്ട് ജീവിക്കേണ്ട എത്രയോ കുടുംബജീവിതങ്ങളാണ് ഈ മദ്യം മൂലം
അനാവശ്യ കൂട്ടുകെട്ടിലേക്ക് പോയി നശിച്ചുകൊണ്ടിരിക്കുന്ന പല സ്ത്രീകളെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ മറ്റൊരു വാക്കുകൂടി അതിന് ആ വേദഭാഗത്ത് തന്നെ ഉണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരുന്നു ഈ പല സ്ത്രീകളെക്കുറിച്ച്: അവൾ പിടിച്ചുപറിക്കാരനെ പോലെ പതിയിരിക്കുന്നു, മനുഷ്യരിൽ ദ്രോഹികളെ വർദ്ധിപ്പിക്കുന്നു. ഇങ്ങനെ സാൻമാർഗിക ജീവിതം നശിക്കുമ്പോഴാണ് മനുഷ്യൻ ദ്രോഹികളാകുന്നത്. അവനെ വിളിക്കുന്ന സാമൂഹിക ദ്രോഹികളെന്ന്. സമൂഹദ്രോഹിയായി മനുഷ്യനെ മാറ്റുന്നതും മദ്യമാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അടുത്ത വാക്ക് എന്താണെന്നറിയാവോ? നിൻ്റെ ഹൃദയം വക്രത പറയും. വക്രത എന്ന് പറഞ്ഞാൽ നീ വളഞ്ഞ വഴി, ഇതിന് വിശ്വസിക്കാൻ കൊള്ളത്തില്ലാത്തവനായി മാറും. ഒരു മനുഷ്യനും നിൻ്റെ വാക്ക് പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം വാസ്തവമല്ല, സത്യമല്ല പറയുന്നത്. വളഞ്ഞ വഴിക്ക് മറ്റുള്ളവരുടെ പ്രീതി നേടാൻ, സഹതാപം നേടാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. നീ വക്രത പറയുവാനായിട്ട് തുടങ്ങും. പിന്നെ എഴുതിയിരിക്കുന്ന വാക്ക് എന്താണെന്നറിയാമോ? നീ നടുക്കടലിൽ ശയിക്കുന്നവനെ പോലെ. ജീവിതം ലക്ഷ്യമില്ലാതെ കടലിൽ അകപ്പെട്ടവനെ പോലെ. പാമരത്തിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും കൊടുങ്കാറ്റടിച്ചാൽ അടിക്കുന്ന സ്ഥലമാണ് പാമരം. അതിൻ്റെ മുകളിൽ കിടക്കുന്ന അവസ്ഥയായിരിക്കും നിന്നെ നേരിടാനായിട്ട് പോകുന്നത്. പാമരത്തിൽ ഉറങ്ങുന്ന അവസ്ഥ. എന്നിട്ട് ഇവൻ പറയുന്ന വാക്കുകൾ എന്തൊക്കെയാണെന്നറിയാവോ? അവർ എന്നെ അടിച്ചു, എനിക്ക് നൊന്തില്ല. തല്ല് കിട്ടിയാലും അറിയത്തില്ല. പിന്നെയോ, എന്നെ തല്ലി, ഞാൻ അറിഞ്ഞതുമില്ല. തല്ലും. സമൂഹത്തിൻ്റെ മുമ്പിൽ നീ ഒരു കോമാളിയായിട്ട് നിൽക്കാൻ, സമൂഹത്തിൻ്റെ മുമ്പിൽ നീ ഒരു അപഹാസ്യമായി നിൽക്കാൻ കാരണമായി തീരുന്നത് എന്താ? മദ്യപാനമാണ്. ഹൃദയം മദ്യത്തിലേക്ക് നീ തിരിച്ചാൽ, നിൻ്റെ ഹൃദയത്തിൽ മദ്യത്തോടുള്ള അതിനെ ആസക്തി എന്ന് പറയുന്നത്. ഹൃദയത്തിൽ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു പക്ഷേ ഓരോ ദിവസവും തീരുമാനം എടുക്കും, ഇനി ഞാൻ മദ്യപിക്കില്ല. പക്ഷേ പിന്നെയും ആ മദ്യപാനത്തിലേക്ക് പോകുമ്പോൾ നിൻ്റെ അവസ്ഥ നീ മദ്യത്തിന് അഡിക്റ്റായിട്ട് പോവില്ല. പരിഹാരമുണ്ടോ? വിശുദ്ധ വേദപുസ്തകം ഒരു പരിഹാരം നൽകുന്നുണ്ട്. ഇതേ വേദഭാഗത്തിൻ്റെ തൊട്ടുമുകളിൽ അതിനുള്ള വാക്യം എഴുതി വച്ചിട്ടുണ്ട്. ദൈവം, പിതാവായ ദൈവം, കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനോട് പറയുന്ന വാക്കുകളായിട്ട് ഞാനതിനെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കട്ടെ. ആ വാക്കുകൾ ഇതാണ്. അവിടെ ഞാൻ സദൃശവാക്യം 23-ാം അധ്യായമാണല്ലോ വായിച്ചത്. അതിൻ്റെ 26-ാം വാക്യം. ഞാൻ മദ്യത്തിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ച് പറഞ്ഞത് അത് കഴിഞ്ഞുള്ള 29 തുടങ്ങിയുള്ള വാക്യങ്ങളാണെങ്കിൽ 26-ാം വാക്യം എന്താണ് മദ്യത്തിനൊരു പരിഹാരം എഴുതി വച്ചിരിക്കുന്നത് ഇതാണ്: മകനെ, നിൻ്റെ ഹൃദയം എനിക്ക് തരിക. എന്ന് പറഞ്ഞാൽ, മകനെ, നീ ദൈവസന്നദ്ധിയിൽ പോയിട്ട് നിൻ്റെ ഹൃദയം പകരുക. നിൻ്റെ മദ്യത്തോട് ആസക്തിയുള്ള എന്തിനെയാണോ നിൻ്റെ ഹൃദയം കൂടുതൽ ആഗ്രഹിക്കുന്നത് അതാണ് നിന്നെ അഡിക്റ്റ് ആകുന്നത്. അപ്പോൾ ദൈവവചനം പറയുക, നിൻ്റെ ഹൃദയം ദൈവത്തിങ്കിലേക്ക് തിരിയുക. ദൈവത്തിനായിട്ട് നിൻ്റെ ഹൃദയം ഏൽപ്പിച്ചു കൊടുക്കുക. നിൻ്റെ ഹൃദയം എനിക്ക് തരാൻ. ഇതിനെക്കുറിച്ച് അനേക വാക്കുകൾ കൂടി എഴുതി വച്ചിട്ടുണ്ട്. ഈ ഹൃദയം ദൈവത്തിന് തരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾ ഞാൻ വായിക്കാം. മനുഷ്യൻ്റെ ഹൃദയത്തെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് 12-ാം വാക്യം: നിൻ്റെ ഹൃദയം പ്രബോധനത്തിനും നിൻ്റെ ചെവി പരിജ്ഞാന വചനങ്ങൾക്കും സമർപ്പിക്കുക. എന്ന് പറഞ്ഞാൽ വിശുദ്ധ വേദപുസ്തക പ്രബോധനം നൽകുന്ന നല്ല വശങ്ങൾ അതിന് നിശ്ചയ ഹൃദയം കൊടുക്കുക. പിന്നെ നിൻ്റെ ഹൃദയം ജ്ഞാനത്തെ പഠിച്ചാൽ, വചനം പറയുന്നു യഹോഭക്തി, ദൈവഭയമാണ് ഏറ്റവും വലിയ ജ്ഞാനം. നിൻ്റെ ഹൃദയം ജ്ഞാനം പഠിക്കണം. നിൻ്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത്. എന്ന് പറഞ്ഞാൽ മറ്റൊരുത്തർ പാപം ചെയ്യുന്നതിന് അതിലേക്ക് നീയും വീണു പോകരുത്. പാപത്തെ വെറുക്കാനാണ് വിശുദ്ധ വേദപുസ്തകം മനുഷ്യനെ പഠിപ്പിക്കുന്നത്. പിന്നെ 19-ാം വാക്യം: നിൻ്റെ ഹൃദയത്തെ നേർവഴിയിൽ നടത്തുക. വളഞ്ഞ വഴി ദൈവത്തിന് ഇഷ്ടമല്ല. നേർവഴിയിൽ പോവുക. ഇത്രയൊക്കെ ചെയ്താൽ, ദൈവത്തിന് നിൻ്റെ ഹൃദയം കൊടുത്താൽ ദൈവം ഈ രീതിയിലൊക്കെ നിൻ്റെ ഹൃദയത്തെ നയിക്കും. അപ്പോഴോ വായിക്കുന്നൊരു വാക്കുണ്ട്: നീതിമാൻ്റെ അപ്പൻ ഏറ്റവും ആനന്ദിക്കും, ജ്ഞാനിയുടെ ജനകൻ അവനിൽ സന്തോഷിക്കും. നിൻ്റെ അമ്മയപ്പന്മാർ സന്തോഷിക്കട്ടെ, നിന്നെ പ്രസവിച്ചവൾ ആനന്ദിക്കട്ടെ. എപ്പോഴാ? മകനെ, നിൻ്റെ ഹൃദയം എനിക്ക് തരിക. ദൈവത്തിന് നമ്മുടെ ഹൃദയം കൊടുക്കുക. വേദപുസ്തകത്തിൽ ദൈവത്തിന് ഹൃദയം കൊടുത്താൽ ദൈവം ഹൃദയത്തെ എന്ത് ചെയ്യുമെന്നുള്ള ഒരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട്. അനേക വാക്യങ്ങൾ മനുഷ്യൻ്റെ ഹൃദയം ദൈവത്തിന് വേണ്ടി ഏൽപ്പിക്കുമ്പോൾ എന്താണ് ആ ഹൃദയത്തിന് സംഭവിക്കുന്ന രൂപാന്തരം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 36-ാം അധ്യായത്തിൽ മനുഷ്യൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ ദൈവത്തിന് കൊടുത്താൽ ദൈവം എങ്ങനെ ആ ഹൃദയം മാറ്റും എന്നുള്ളത് അതിൻ്റെ 26 തുടങ്ങിയുള്ള വാക്യങ്ങൾ ഞാൻ ആദ്യം വായിക്കാം. അതിന് മുമ്പുള്ള വാക്യങ്ങൾ കൂടി വായിക്കേണ്ടതാണ്.
എന്നാൽ ആദ്യം ഞാൻ അതിൻ്റെ 26 തുടങ്ങിയുള്ള വാക്യം ഞാൻ വായിക്കാം. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. ദൈവത്തിന് നിൻ്റെ ഹൃദയം കൊടുത്താൽ, നിൻ്റെ ഈ വക്രതയുള്ള, പാപമുള്ള, നിൻ്റെ നശിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം ദൈവത്തെ ഏൽപ്പിക്കുന്ന കേട്ടോ. ഹൃദയം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന് കൊടുത്താൽ ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരാത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും. പുതിയ ആത്മാവ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തെ നിയന്ത്രിക്കാനായിട്ട് തുടങ്ങും. ഹൃദയം ദൈവത്തിനായിട്ട്, ദൈവമേ എൻ്റെ ഹൃദയത്തിൻ്റെ സിംഹാസനം അങ്ങേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഹൃദയം ദൈവത്തിന് കൊടുത്താൽ ആ ഹൃദയത്തിൽ ഞാനെന്നുള്ള വ്യക്തിയല്ല ഇരിക്കുന്നത്. നമ്മുടെ ആത്മാവിനെ, പുതിയൊരാത്മാവ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിക്കാനായിട്ട് തുടങ്ങും. പിന്നെ കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസളമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഹൃദയം എന്ത് കേട്ടാലും ഒരു മാറ്റവുമില്ലാത്ത അവസ്ഥ മാറ്റി ദൈവസന്നിധിയിൽ വിനയപ്പെടുന്ന, ദൈവസന്നിധിയിൽ താഴുന്ന, ദൈവത്തോട് അനുസരിക്കുന്ന ഒരു ഹൃദയത്തെയാണ് മാംസളമായ ഹൃദയം എന്ന് പറയുന്നത്. അടുത്ത വാക്ക്, ഞാൻ നിങ്ങളുടെ കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസളമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഇനി അതിനു മുമ്പ് ഈ ഹൃദയം ദൈവത്തിന് കൊടുക്കുന്നതിനെക്കുറിച്ച് മറ്റൊരു വാക്കുകൂടി, ഞാനിപ്പോൾ വായിച്ചത് 26 വാക്യം, ഹൃദയം ദൈവത്തിന് കൊടുത്താൽ ഇതൊക്കെ ചെയ്യുന്നത്. അതിനു മുമ്പ് ഈ ഹൃദയത്തിൽ ദൈവം മറ്റൊരു കാര്യം കൂടി ചെയ്യും. ഞാൻ അതിൻ്റെ 25 വാക്യം വായിക്കാം. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. നിങ്ങളെ ദൈവസന്നിധിയിൽ നിങ്ങളുടെ ഹൃദയവുമായിട്ട് ചെന്നാൽ ദൈവം ചെയ്യുന്ന മറ്റൊരു കാര്യം, ഈ ഹൃദയം നിർമ്മല ജലം തളിച്ച് നിങ്ങളെ നിർമ്മലീകരിക്കും എന്ന് ദൈവവചനം പറയുന്നു. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഹൃദയത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? വിശുദ്ധ വേദപുസ്തകം പറയുന്നത് ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വക്രതയും നിറഞ്ഞത്. ഞാൻ ആ വാക്കുകൾ എടുത്തിട്ടില്ല. ഹൃദയം എല്ലാറ്റിനേക്കാളും മലിനവും കപടവും നിറഞ്ഞതാണ് മനുഷ്യൻ്റെ ഹൃദയം. മനുഷ്യൻ പാപിയായിത്തീരുന്നത് ഈ ഹൃദയത്തിലെ ചിന്തകളും വിചാരങ്ങളും ഒക്കെ കാരണമാണ്. ഹൃദയത്തിൽ വരുന്ന ചിന്തകളാണ്. ബൈബിളിൽ മറ്റൊരു വാക്കിങ്ങനുണ്ട്: ഹൃദയത്തിലെ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പിറന്നു. അപ്പോൾ ഒരു മനുഷ്യനെ പാപിയായി തീർക്കുന്നത് തന്നെ എവിടെയാണ്? നമ്മുടെ ഹൃദയത്തിലാണ്. ഇനി കർത്താവ് നമ്മളെ നിർമ്മലീകരിക്കുന്നത് എങ്ങനെയാണ്? കർത്താവ് നമ്മളെ നിർമ്മലീകരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വിശുദ്ധ വേദപുസ്തകം പറയുന്നു, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുക്കുന്നത് പൊന്ന് വെള്ളി മുതലാകുന്ന അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ ദൈവ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. മറ്റൊരിടത്ത് വേദഭാഗത്ത് ഇപ്രകാരം വായിക്കുന്നു: അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. എങ്ങനെയാണ് കർത്താവ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്? ദൈവം മനുഷ്യനെ ശുദ്ധീകരിക്കാൻ നൽകുന്ന എന്താണെന്നറിയാമോ? മറ്റൊരു വസ്തുവുമല്ല, സ്വർഗത്തിലെ ദൈവം കർത്താവായ യേശു ക്രിസ്തു ഇന്നേക്ക് 2000 വർഷം മുമ്പ് ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായി വന്നത് എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തിലെ പാപം പരിഹരിക്കാനാണ്. നിങ്ങളുടെ പാപങ്ങളെ കഴുകി നമ്മളെ ശുദ്ധീകരിച്ച് പുതിയൊരു മനുഷ്യരാക്കി നമ്മളെ തീർക്കാനാണ്. നമ്മുടെ ഹൃദയം ബൈബിളിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ പാപം, ഹൃദയത്തിലുള്ള പാപം രക്താംബരം പോലെ കടും ചുവപ്പായിരുന്നാലും ഞാനത് ഹിമം പോലെ വെളുപ്പിക്കും. യെശയ്യാ പ്രവചനത്തിൽ ആ വാക്യം ഞാൻ നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കട്ടെ. യെശയ്യാ പ്രവചനം 1-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: വരുവിൻ, നമുക്ക് തമ്മിൽ വാദിക്കാം. വരുവിൻ, നമുക്ക് തമ്മിൽ വാദിക്കാം. 18-ാം വാക്യം: വരുവിൻ, നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. മനുഷ്യൻ്റെ ജീവിതം എത്ര അധപ്പതിച്ചതാണെങ്കിലും എപ്പോഴാണെന്നറിയാൻ വെളുക്കുന്നത്?
കുഞ്ഞാട്ടിൻ്റെ രക്തത്താൽ, കുഞ്ഞാടെന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശുദ്ധ വേദപുസ്തകം വിളിക്കുന്നൊരു പേരാണ്. ദൈവക്കുഞ്ഞാട് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് ഒരു മൃഗം അർക്കും. പല കാലഘട്ടത്തിലും ബലിയിലൂടെ പാപപരിഹാരത്തിന് ബലികൾ അർപ്പിക്കും. എന്നാൽ ദൈവവചനം പാപപരിഹാരത്തിന് അർപ്പിച്ച ബലി, ദൈവം മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമായി നൽകിയ ദിവ്യ ബലി, ക്രൂശിലെ യാഗം കർത്താവായ യേശു ക്രിസ്തുവിനെ. അതുകൊണ്ടാണ് കർത്താവായ യേശുവിനെ ഒരു കുഞ്ഞാടെന്ന് എഴുതിയിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പൊക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. സഹോദര സഹോദരി, മദ്യം നമ്മുടെ കുടുംബത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഈ മദ്യപാനത്തിൽ നിന്നൊരു മോചനമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ ഓരോ ദിവസവും നിരാശയിൽ തള്ളി നിൽക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, വിശുദ്ധ വേദപുസ്തകം പറയുന്നു, മകനെ, നിൻ്റെ ഹൃദയം എനിക്ക് താ. നിരാശയോടെ നിൻ്റെ ഹൃദയം, നഷ്ടങ്ങളുടെ പട്ടിക എഴുതിയ നിൻ്റെ ഹൃദയം, തകർന്നു എന്ന് നീ കരുതിയ നിൻ്റെ ഹൃദയം, ഇനിയില്ല, ഇനിയൊരു പുതിയ ജന്മമില്ല എന്ന് കരുതുന്ന നിൻ്റെ ഹൃദയം ദൈവത്തിന് കൊടുക്കുക. ദൈവം എന്ത് ചെയ്യും? ദൈവം അതിനെ രൂപാന്തരപ്പെടുത്തും. കട്ടിയായി എത്ര കല്ലായിട്ടുള്ള ഹൃദയമാണെങ്കിലും അത് മാറ്റി നിർമ്മലമായ, ശുദ്ധമായ, മാംസളമായ ഹൃദയത്തെ സ്നേഹിക്കാൻ കഴിയുന്ന ഹൃദയം, ദൈവവചനം മനസ്സിലാക്കാൻ കഴിയുന്ന ഹൃദയം, നല്ലൊരു മനുഷ്യനായി നിനക്ക് ജീവിക്കാൻ കഴിയുന്നൊരു ഹൃദയം നിനക്ക് ലഭിക്കാനായിട്ട് സാധിക്കും. കഷ്ടമെന്ന് നിന്നെ നോക്കി സമൂഹം പറയണോ? സങ്കടം, നിൻ്റെ ജീവിതം സങ്കടം കൊണ്ട് നിറഞ്ഞതാകണോ? നിൻ്റെ കുടുംബം കലഹം നിറഞ്ഞതാകണോ? നീ കടന്നു പോകുന്നിടത്തൊക്കെ ആവലാതിയും പരാതിയും പറഞ്ഞുകൊണ്ട് ജീവിക്കേണ്ട ജീവിതമാണോ? ശരീരം മുഴുവൻ അനാവശ്യമായ മുറിവ് അനുഭവിക്കുന്ന ജീവിതമാണോ? നടുക്കടലിൽ അകപ്പെട്ട ലക്ഷ്യമില്ലാത്തൊരു ജീവിതമാണോ നീ നയിക്കുന്നത്? വേദപുസ്തകം പറയുന്നു, മകനെ, നിൻ്റെ ഹൃദയം എനിക്ക് താ. കർത്താവിനെ നിൻ്റെ ഹൃദയം ഏൽപ്പിച്ചു കൊടുക്കുമോ? പുതിയൊരു ജീവിതം നിന്നെ കർത്താവ് യേശുവിൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് പുതിയ ജീവിതം നയിക്കാൻ ദൈവമകനായിട്ട് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം പറഞ്ഞതുപോലെ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ, യേശുവിനെ ഹൃദയത്തിൽ കൈക്കൊള്ളുമ്പോൾ ദൈവമക്കളെന്നുള്ള പദവിയാണ് ദൈവം നമുക്ക് നൽകുന്നത്. ആ പദവിയിലേക്ക് ദൈവം നമ്മളെ ഉയർത്തും. ഒരു മദ്യപാനി എന്ന് പറഞ്ഞ് നിൻ്റെ ജീവിതം അവസാനിപ്പിക്കണോ? ദൈവ പൈതൽ നിന്ന് മാന്യമായിട്ട് അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി നിനക്ക് തീരണം. മകനെ, നിൻ്റെ ഹൃദയം എനിക്ക് താ. കർത്താവായ യേശു, പിതാവായ ദൈവം, സ്വർഗത്തിലെ ദൈവം, സാക്ഷാൽ സ്നേഹമാകുന്ന ദൈവം നിന്നോട് ചോദിക്കുന്നു, നീ നിൻ്റെ ഹൃദയം ദൈവത്തിന് കൊടുക്കുമോ? ഹൃദയം ദൈവത്തിന് സമർപ്പിച്ച കർത്താവായ യേശുവെ, എനിക്കങ്ങനെ ആവശ്യമുണ്ട്, എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ അങ്ങ് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുമോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.